വടകര വള്ളിക്കാട് യുവാവിന്റെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തിന് ശേഷം നിയന്ത്രണമില്ലാതെയാണ് പോയതെന്ന് ദൃക്സാക്ഷി കൈരളി ന്യൂസിനോട് പറഞ്ഞു. അമൽകൃഷ്ണയുടെ മരണത്തിനിടയാക്കിയ കാർ കണ്ടെത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ മാസം 7 രാത്രി 11 മണിയോടെ വീട്ടിലേക്ക് റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് അമൽകൃഷ്ണയെ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റ 27-കാരൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച മരിച്ചു. അമലിന്റെ മരണം കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ദുരൂഹത നീക്കാൻ കാർ കണ്ടെത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. പോലീസ് ഒരു 100ഓളം ക്യാമറകൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിലൊന്നും വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എത്രയും പെട്ടെന്ന് വണ്ടി കണ്ടെത്താനുള്ള നടപടികൾ ചെയ്തു തരണം. അപകടം നടന്ന ശേഷവും കാർ നിയന്ത്രണമില്ലാതെയാണ് പോയതെന്ന് ദൃക്സാക്ഷി അഖിൽ പറഞ്ഞു. അന്നൊരു ആക്സിഡന്റ് ആയ ദിവസവും ഞാൻ അച്ഛൻ്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. എൻ്റെ വണ്ടിയിൽ കയറിയ സമയത്താണ് കുറച്ച് മുന്നോട്ട് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കുന്ന പെട്ടെന്ന് എൻ്റെ നേരത്തെ ഒരു വണ്ടി വരികയാണ്. അമിത വേഗതയിലായിരുന്നു വണ്ടി. അപ്പോൾ വണ്ടി എൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് പെട്ടെന്ന് പോകുന്നത്. നാദാപുരം ഭാഗത്ത് നിന്നെത്തിയ കാർ വടകര ഭാഗത്തേക്കാണ് പോയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വടകര പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വടകര പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.